നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വിശുദ്ധമായ ഖുർആനിലെ എമ്പാടും ദുആകളുണ്ട്. ഖുർആനിൽ റബ്ബന എന്ന് തുടങ്ങുന്ന വാക്കുകൊണ്ട് 40 പരം വരുന്ന ദുആ ഉണ്ടെന്നാണ്. റബ്ബന എന്ന് തുടങ്ങുന്ന, അതുപോലെ തന്നെ റബ്ബി എന്ന് തുടങ്ങുന്ന ഒരുപാട് ദുആകളുണ്ട്. അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന വാക്കുകൊണ്ടുള്ള ദുആകളുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഖുർആനിൽ വന്നിട്ടുള്ള അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന 5 ദുആകളാണ്. ആ ദുആ ഏതൊക്കെയാണ്, ഏതൊക്കെ സൂറത്തിലാണ്, അതിൻ്റെ അർത്ഥം എന്താണ്, ആ ദുആകളൊക്കെ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം എന്താണ് എന്ന വിശദമായിട്ടുള്ള ഒരു ചർച്ചയാണ് ഇൻഷാ അല്ലാഹ് നടത്തുന്നത്. എല്ലാവരും അവസാനം വരെ കാണാൻ മറന്നു പോകരുത്. ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ അവൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. എങ്ങനെ? 5 ഒരു രൂപത്തിൽ. ഇനി പറയാൻ പോകുന്ന 5 ഏതെങ്കിലും ഒരു രൂപത്തിലായിരിക്കും ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ അവൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നത്. ഏതൊക്കെയാണ് 5 രൂപങ്ങൾ വിശദമായി നമുക്ക് കേൾക്കാം, പഠിക്കാം. അതോടൊപ്പം തന്നെ ദുആ ചെയ്യുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ദുആ അല്ലാഹു വേഗത്തിൽ ഖബൂൽ ചെയ്യും. നമ്മൾ ചോദിച്ച കാര്യങ്ങൾ അല്ലാഹു വേഗത്തിൽ തരും. ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്നും കൂടി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് അവസാനം വരെ കാണുക, മറ്റുള്ളവർക്കും ഇത് എത്തിച്ചു കൊടുക്കുക, അവരും പഠിക്കട്ടെ. അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ ഈ ദുനിയാവിലും നമുക്ക് നാളെ മരണപ്പെട്ട് നമ്മൾ ഖബറിലേക്ക് ചെല്ലുമ്പോൾ അവിടെയും മീസാൻ എന്ന തുലാസിൽ നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് നന്മയുടെ തട്ട് താഴാനുള്ള ഒരു വലിയ അവസരമായും അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ ഖുർആനിലെ ഒരുപാട് ദുആകളുണ്ട്. നമ്മൾ ഖുർആനിലെ ദുആകളിൽ പ്രധാനമായി നമ്മൾ പറയുന്ന ഒരു ദുആ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അങ്ങനെ ഒരു ദുആ അല്ലേ? ഖുർആനിലുള്ള റബ്ബന എന്ന് തുടങ്ങുന്ന 40 പരം വരുന്ന ദുആകളുണ്ട്. റബ്ബന എന്ന് തുടങ്ങുന്ന 40 പരം വരുന്ന ദുആകൾ. അതുപോലെ റബ്ബി എന്ന് തുടങ്ങുന്ന ചില ദുആകളുണ്ട്. അതുപോലെ അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന ചില ദുആകളുണ്ട്. നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന ഖുർആനിലെ 5 ദുആകളാണ്. ആ ദുആകൾ അതിൻ്റെ അർത്ഥം എന്താണ്, അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം, അതുമായി ബന്ധപ്പെട്ട വിശാലമായൊരു ചർച്ചയാണ് നമ്മൾ നടത്തുന്നത്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ഹയ്യുൻ കരീം. അല്ലാഹു തആല ഭയങ്കര നാണമുള്ളവനാണ്. എന്തിനാണ് അള്ളാഹു നാണിക്കുന്നത്? അള്ളാഹുവിൻ്റെ പടച്ചവൻ്റെ ഒരു അടിമ, നമ്മളിൽ ആരെങ്കിലും ഒരാൾ അള്ളാഹുവിലേക്ക് ദുആ ചെയ്തു, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ദുആ ചെയ്തിട്ട് ആ ദുആ സ്വീകരിക്കാതെ നമ്മളെ വെറും കയ്യോടെ മടക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നവനാണ് എന്ന്. അപ്പോൾ നമ്മൾ എപ്പോൾ ദുആ ചെയ്താലും, എവിടെ ദുആ ചെയ്താലും, ഏത് ദുആ, ഖൈറായ ഏത് ദുആ ചെയ്താലും അതിൻ്റെ ഉത്തരം 5 ഒരു രൂപത്തിൽ നമുക്ക് കിട്ടിയിരിക്കും, ഉറപ്പാണ്. മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ അവൻ ഒരു ദുആ ചെയ്താൽ, അവൻ്റെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അവൻ ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുന്ന 1-ാമത്തെ രൂപമെന്ന് പറഞ്ഞാൽ അവൻ എന്ത് കാര്യമാണോ ചോദിച്ചത് അത് ഉടൻ തന്നെ, താമസിക്കൂല, ഉടൻ തന്നെ അള്ളാഹു അവനിക്ക് കൊടുക്കും. അള്ളാഹു പടച്ചവനെ, റബ്ബേ എനിക്കൊരു ജോലി നീ തരണം, ഖൈറായ ഒരു ജോലി തരണം. അള്ളാഹു ഉടൻ തന്നെ അവനിക്കൊരു ജോലി കൊടുക്കും. അള്ളാഹു പടച്ചവനെ എനിക്ക് ഒരു നല്ലൊരു വീട് വേണം. അള്ളാഹു തആല താമസിയാതെ അവനിക്കൊരു ഖൈറായ വീട് കൊടുക്കും. ഇതാണ് 1-ാമത്തെ കാറ്റഗറി. ചോദിക്കുന്നത് എന്തോ അത് അള്ളാഹു കൊടുക്കും. 2-ാമത്, ഒരാൾ ഒരു കാര്യം ചോദിച്ചാൽ ഉടൻ തന്നെ കൊടുക്കില്ല, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മകനുണ്ടാവാൻ, ഒരു കുട്ടി ഉണ്ടാവാൻ ദുആ ചെയ്ത് അവിടുത്തെ 90-ാമത്തെ വയസ്സ്, 90 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്മായിൽ എന്ന ഒരു മകനുണ്ടായത്. അപ്പോൾ അള്ളാഹു കൊടുക്കും, പക്ഷേ ഉടൻ തന്നെ കൊടുക്കില്ല, കുറച്ചങ്ങോട്ട് മാറ്റി, ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ ഒരു വീടോ ജോലിയൊക്കെ തരുന്നത്. ഇതാണ് 2-ാമത്തെ രൂപം. ഇനി 3-ാമത്തേത്, നമ്മളൊരു കാര്യം ചോദിച്ചാൽ ആ കാര്യം നമുക്ക് തരൂല, പക്ഷെ അതിനേക്കാൾ ഖൈറായതായിരിക്കും തരുക. അല്ലാഹു പടച്ചവനെ എനിക്ക് ആ ഒരു കമ്പനിയിൽ ഒരു ജോലി നീ തരണേ അല്ലാ. ഒരുപാട് നേർച്ച ചെയ്തു, ഒരുപാട് ദുആ ചെയ്തു, ഒരുപാട് ഖുർആൻ ഓതി, പക്ഷെ പടച്ചവൻ കൊടുത്തില്ല.
കുറച്ച് 1-2 വർഷങ്ങൾക്ക് ശേഷം ആ കമ്പനി, അതൊരു താൽക്കാലികമായ പ്രൈവറ്റ് കമ്പനിയാണ്, പക്ഷെ അത് കമ്പനി പൂട്ടിപ്പോയി. പക്ഷെ ആ സമയത്താണ് അവനിക്ക് നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടുന്നത്. അപ്പോൾ ഇവൻ എന്താ ചോദിച്ചത്? ചെറിയ ജോലിയാണെങ്കിൽ അള്ളാഹു കൊടുത്തത് ഭയങ്കര നല്ല ശമ്പളമുള്ള, അവൻ്റെ ആജീവനാന്ത കാലം അവനിക്ക് സുരക്ഷിതമായി കഴിയാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ് ജോലിയാണ്. അപ്പോൾ അള്ളാഹു തആല എന്താണോ ചോദിച്ചത് അത് കൊടുക്കില്ല, അതിനേക്കാൾ ഖൈറായത് ഒരുപക്ഷെ ഉടൻ തന്നെ കൊടുക്കും, അല്ലെങ്കിൽ താമസിച്ചു കൊടുക്കും. ഇതാണ് 3ാമത്തെ രൂപം. ഇനി 4ാമത്തേത്, ഒരു ദുആ സ്വീകരിക്കുന്ന 4ാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ, അള്ളാഹു തആല ഒരു മനുഷ്യൻ ചോദിച്ചത് എന്താണോ അതൊന്നും കൊടുക്കൂല. ജോലി ചോദിച്ചു, ജോലി കിട്ടിയില്ല. ഒരു വീട് ചോദിച്ചു, വീട് കിട്ടിയില്ല. മക്കളെ ചോദിച്ചു, മക്കളെ കിട്ടിയില്ല. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയ ഒരു ആപത്ത്, വലിയൊരു മുസീബത്ത് അല്ലാഹു തആല തട്ടിമാറ്റും. ഇതാണ് ദുആയുടെ 4ാമത്തെ, സ്വീകരിക്കുന്ന 4ാമത്തെ രൂപം. ഇനി 5ാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ, അവൻ ദുആ ചെയ്തു, ജോലി കിട്ടിയില്ല, അതുപോലെ തന്നെ ഒരു വീട് കിട്ടിയില്ല, കുട്ടികളെ കിട്ടിയില്ല, എപ്പോഴും രോഗവും പ്രയാസവും പ്രശ്നമൊക്കെയാണ്, ഒരു തരത്തിലും അല്ലാഹു തആല ദുആ സ്വീകരിച്ചില്ല. ഇവൻ്റെ ദുആ മുഴുവനും അല്ലാഹു തആല സ്വീകരിക്കുന്നതും അതിൻ്റെ പ്രതിഫലം കൊടുക്കുന്നതുമൊക്കെ നാളെ ആഖിറത്തിലായിരിക്കും. ദുനിയാവിൽ ഒന്നും കിട്ടൂല, ചോദിച്ച ഒന്നും കിട്ടിയില്ല, എല്ലാം അല്ലാഹു തആല എടുത്തു വെച്ച് അവസാനം ആഖിറത്തിൽ വെച്ച് അല്ലാഹു തആല അവനിക്ക് വമ്പൻ പ്രതിഫലം കൊടുക്കും. ആ സമയത്ത് അവൻ പറയും, അവനും അവനെ പോലോത്ത ആളുകളും ചിന്തിക്കും, റബ്ബേ ദുനിയാവിൽ വെച്ച് ഞാൻ ഒരുപാട് ദുആ ചെയ്തു, ദുനിയാവിൽ ചെയ്ത ഒരു ദുആയും റബ്ബേ നീ സ്വീകരിക്കാതെ ഈ ആഖിറത്തിലേക്ക് നിന്റെ പ്രതിഫലം തന്നിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് അവിടെ വെച്ച് ഓരോ മനുഷ്യരും ചിന്തിക്കും. അത്രമാത്രം വമ്പൻ പ്രതിഫലങ്ങളാണ് അല്ലാഹു തആല കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ദുആകൾ ഇവിടെ സ്വീകരിക്കപ്പെട്ടില്ല, എനിക്ക് ഉത്തരം കിട്ടിയില്ല, ഞാൻ ചോദിച്ചത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ബേജാറാവണ്ട. ഏതായാലും ചെയ്ത ദുആ അത് ഒരിക്കലും നഷ്ടമാവില്ല, ഒരിക്കലും തള്ളിപ്പോവില്ല. അതിൻ്റെ പ്രതിഫലം എങ്ങനെയെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് നമുക്ക് തന്നെ വരും, അത് ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ ദുആയൊക്കെ ഫലമുള്ള ദുആയായി അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇനി നമുക്ക് പറയാനുള്ളത്, പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ദുആകളുണ്ട്. നമുക്കറിയാവുന്ന റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സുഗൈറ റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. ഇങ്ങനെ ഒരുപാട് റബ്ബന വെച്ചുള്ള ദുആയൊക്കെ നമുക്കറിയാം. എന്നാൽ പലരും ഇനി പറയുന്ന ഈ അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന ദുആ പലർക്കും അറിയില്ല. അറിയാമെങ്കിൽ അവർ പലരും ചെയ്യാറില്ല. പക്ഷെ ഭയങ്കര പ്രതിഫലമുള്ള ചില ദുആകളാണ് ഈ ഖുർആനിലെ അല്ലാഹുമ്മ എന്ന് തുടങ്ങിയിട്ട് പറയുന്ന ദുആകൾ. നമുക്കൊന്ന് പരിശോധിച്ചാലോ, ഏതൊക്കെയാണ് ആ ദുആ? ഒന്നാമത് അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന ഒരു ദുആ, അത് സൂറത്തു ആലി ഇമ്രാനിൽ വന്നിട്ടുള്ള ദുആയാണ്. സൂറത്തു ആലി ഇമ്രാനിൻ്റെ 26ാമത്തെ ദുആയാണ്. നമ്മൾ ഈ ദുആയൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരാൾ ദുആ ഇറക്കുമ്പോൾ അവൻ്റെ ദുആ അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ, വേഗത്തിൽ ഖബൂൽ ചെയ്യണമെങ്കിൽ, അവൻ ആ ദുആ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യുക. ഒന്നേ നിസ്കാരത്തിന് ശേഷമോ നോമ്പ് പിടിച്ചതിന് ശേഷമോ എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ സ്വതക്ക് കൊടുത്തതിന് ശേഷമോ ഒക്കെ ദുആ എന്നാൽ അള്ളാഹു വേഗത്തിൽ ആ ദുആ സ്വീകരിക്കുമെന്നാണ്. പിന്നെയോ നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ചിന്ത ഉണ്ടാവണം, ഇൻഷാ അല്ലാഹ് എൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കും, തട്ടിക്കളയില്ല, കബൂലാക്കും എന്ന ഒരു പോസിറ്റീവ് ചിന്ത നമുക്കുണ്ടാവണം. നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ചെയ്തേക്കാം, ചിലപ്പോൾ അള്ളാഹു സ്വീകരിച്ചാലോ എന്നുള്ളതാണെങ്കിൽ അള്ളാഹു സ്വീകരിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ചെയ്യുന്ന ദുആ ഹലാല നല്ല കാര്യമാവണം. മറ്റുള്ളവർക്കുള്ള കുശുമ്പും കുന്നായ്മയും, അവൻ്റെ കാര്യം, അവൻ്റെ വീട് നശിച്ചു പോകണം, അവൻ്റെ ജോലി നഷ്ടപ്പെടണം, അതിനൊക്കെ വേണ്ടിയല്ല ദ്വാരക്കേണ്ടത്. എപ്പോഴും നല്ല കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കണം ദ്വാരക്കേണ്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിനി പരിശോധിക്കാം വിശുദ്ധമായ ഖുർആനിലെ അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന ദുആകളിൽ ഏറ്റവും പ്രബലമായതും ഏറ്റവും വലിയ മഹത്വമുള്ളതുമായ ഒരു ദുആയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. വിശുദ്ധമായ ഖുർആൻ സൂറത്തു ആലി ഇമ്രാനിൻ്റെ 26ാമത്തെ ആയത്താണ്. അതൊരു ദുആയാണ്. ഏതാണത്? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് അദ്കാറിലൊക്കെ ഉള്ളൊരു ദുആയാണ്. ഭയങ്കര ശ്രേഷ്ഠതയാണെന്നാണ്. നമ്മുടെ ഇഹപര വിജയം എല്ലാം
എല്ലാ പരാജയങ്ങളും മാറി വിജയങ്ങൾ ഉണ്ടാവാൻ ഈ ദുആ പതിവാക്കണം. പിന്നെ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന്, ശത്രു എന്ന് പറഞ്ഞാൽ പൈശാചികമായ ഉപദ്രവം, കണ്ണേറ്, സിഹിർ, അതുപോലുള്ള പ്രശ്നങ്ങൾ, മനുഷ്യൻ്റെ അസൂയ, മറ്റുള്ളവരുടെ കുത്തുവാക്ക്, അതുപോലെ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ, പൈശാചികമായ ശാരീരികമായ ബുദ്ധിമുട്ട്, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുള്ള കാവൽ കിട്ടാൻ ഈ ദുആ ഭയങ്കര പ്രതിഫലമുള്ള ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ, എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വ തൻസിഉൽ മുൽക മിമ്മൻ തശാഉ വ തുഇസ്സു മൻ തശാഉ വ തുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒന്നുകൂടി. اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. എന്താ അതിൻ്റെ അർത്ഥം? ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹ്. വല്ലാത്തൊരു വാക്കാണ്. ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹ്, നീ ഉദ്ദേശിക്കുന്നവർക്ക് റബ്ബേ നീ ആധിപത്യം കൊടുക്കുന്നു. നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും ആ ആധിപത്യത്തെ നീ എടുത്തു കളയുന്നു, എടുത്ത് നീക്കം ചെയ്യുന്നു. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്ദ്യത വരുത്തുന്നു. നിന്റെ കൈവശമത്രേ നന്മയുള്ളത്. അല്ലാഹുവേ പടച്ചവനെ, നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് അല്ലാഹ്. ഇതാണ് അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന വിശുദ്ധമായ ഖുർആനിലെ ഒരു ദുആ. ഈ ദുആ നമ്മൾ പഠിച്ചു വെക്കണേ. വല്ലാത്ത ശ്രേഷ്ഠതയുള്ള ദുആ. നമുക്കൊന്നുകൂടി ആ ദുആ പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വ തൻസിഉൽ മുൽക മിമ്മൻ തശാഉ വ തുഇസ്സു മൻ തശാഉ വ തുഇസ്സു മൻ തശാഉ വ തുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതാണ് ആ ദുആ. ഇനി രണ്ടാമത്തെ ദുആ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു സുമറിലെ 46-ാമത്തെ ആയത്താണ് ഈ ദുആ. നമുക്കൊന്ന് പറഞ്ഞാലോ? രണ്ടാമത്തെ അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന ഖുർആനിലെ ദുആ. അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർള് ആലിമൽ ഗൈബി വശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. ഈ ദുആ അദ്കാറിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ 5555, 4444 ഏടുകളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഉള്ള ദുആയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഏടുകളിലും ഒരുപാട് ഉമ്മമാർക്കൊക്കെ മനപ്പാടമുള്ള ദുആയാണിത്. വല്ലാത്ത ശ്രേഷ്ഠതയുള്ള ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? ഒന്ന് പറഞ്ഞേ. اللهم فاطر السماوات والأرض عالم الغيب والشهادة أن تحكم بين عبادك فيما كانوا فيه يختلفون. എന്താ അതിൻ്റെ അർത്ഥം? ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവും അദൃശ്യവും ദൃശ്യവും അറിയുന്നവനുമായ അല്ലാഹ്, നിന്റെ ദാസന്മാർക്കിടയിൽ അവർ ഭിന്നിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നീ തന്നെയാണ് വിധി കൽപ്പിക്കേണ്ടത് അല്ലാഹ്. നമുക്കിടയിൽ കുടുംബത്തിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ, നാട്ടിലൊരു ഫിത്ന ഉണ്ടാകുമ്പോൾ, മഹല്ലുകളിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു പ്രയാസമുണ്ടാകുമ്പോൾ, ആ സമയത്തൊക്കെ നമുക്ക് ഈ ദുആ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ഈ വാചകം പറഞ്ഞിട്ട് ഈ അല്ലാഹുമ്മ എന്നുകൊണ്ട് തുടങ്ങുന്ന ദുആ ഒരുപാട് വട്ടം പറഞ്ഞാൽ അതിന് വലിയ അല്ലാഹു തആല ഖൈറായ തീരുമാനം തരും. ഏതാണ് ആ ദുആ? പറഞ്ഞേ. അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർള് ആലിമൽ ഗൈബി വശഹാദതി അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. സൂറത്തു സുമറിന്റെ 46-ാമത്തെ ആയത്താണത്. ഇതാണ് ഖുർആനിലെ രണ്ടാമത്തെ അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന ദുആ. ഇനി വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു അൻഫാലിലെ അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന ഒരു ദുആയാണ്. അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന ഒരു ദുആ, അതായത് അവിശ്വാസികൾ പറഞ്ഞൊരു ദുആയാണിത്. നമ്മളിത് ഈ ദുആ നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് നമുക്ക് എതിരായിട്ട് ഈ അവിശ്വാസികളായ ആളുകൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ദുആയാണിത്. നമ്മളിത് പറയണ്ട. പക്ഷെ നമ്മളിത് അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന ദുആകളിൽ പെട്ട ഒരു ദുആ, ഖുർആനിൽ വന്നിട്ടുള്ള ദുആകളിൽ ഒരു ദുആയാണിത്. പക്ഷെ ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഇൻകാന ഹാദാ ഹുവൽ ഹഖ മിൻ ഇൻദിക ഫഅംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാഇ അവ ഇത്നാ ബിഅദാബിൻ അലീം. അല്ലാഹുവേ, ഇത് നിന്റെ പക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ നീ ഞങ്ങളുടെ മേൽ ആകാശത്ത് നിന്ന് കല്ല് വർഷിപ്പിക്കണമേ, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷണങ്ങൾക്ക് കൊണ്ടുവരേണമേ എന്നാണ് ഈ അവിശ്വാസികളായ ആളുകൾ പറഞ്ഞൊരു ദുആയാണത്. അത് ഖുർആനിൽ അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന ദുആകളിൽ പെട്ടൊരു ദുആയാണ്. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി സൂറത്ത് യൂനുസിലെ
10ാമത്തെ ഒരു ദുആയുണ്ട്. 4ാമതായി അതാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഏതാണത്? സൂറത്ത് യൂനിസിലെ 10ാമത്തെ ആയത്ത്, അല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വല്ലാത്തൊരു ദുആയാണ് ഇത്. നമുക്ക് ഒരുപാട് വട്ടം പറയാൻ പറ്റിയ നമുക്ക് എളുപ്പമുള്ള ദുആയാണ്. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, നിനക്ക് സ്തോത്രങ്ങളുണ്ട്. അതിനകത്ത് അവരുടെ പ്രാർത്ഥന, അതായത് സ്വർഗത്തിൽ കടന്നു ചെന്നാൽ അവിടുത്തെ ആളുകൾ ദുആരക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ നിനക്ക് സർവ്വസ്തുതിയുമുണ്ട്. ആ സ്വർഗത്തിൻ്റെ ഉള്ളിൽ അവർക്കുള്ള അഭിവാദ്യം സമാധാനം, സമാധാനം എന്നാണ്. അവരുടെ ദുആയുടെ അവസാനം ലോകരക്ഷിതാവായ അല്ലാഹുവിന് സ്തുതി എന്നായിരിക്കും. അതായത് സ്വർഗത്തിൽ കടന്നാൽ സ്വർഗത്തിൻ്റെ അവകാശികൾ, സ്വർഗാവകാശികൾ പറയുന്ന ദുആ, അവർ പരസ്പരം പറയുന്ന ഒരു വാചകമാണ് ഈ ഒരു സൂറത്ത് യൂനിസിലെ 10ാമത്തെ ആയത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. എന്താണത്? അല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ദുആയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മളെല്ലാവരെയും സ്വർഗത്തിൻ്റെ അവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഖുർആനിലെ ഒരു അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന ദുആയുണ്ട്. ഏതാണത്? മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന ദുആയാണ്. അല്ലാഹുമ്മ റബ്ബനാ അൻസിൽ അലൈനാ മാഇദത്തം മിനസ് സമാഇ തകൂനു ലനാ ഈദൻ ലിഅവ്വലിനാ വആഖിരിനാ വആയതൻ മിൻക വർസുഖ്നാ വഅന്ത ഖൈറുർ റാസിഖീൻ. ഇത് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ദുആയാണ്. ഞങ്ങളുടെ രക്ഷിതാവായ റബ്ബേ, ആകാശത്ത് നിന്ന് നീ ഞങ്ങൾക്കൊരു ഭക്ഷണ തളിക ഇറക്കി തരണമേ. ഞങ്ങളിലെ ആദ്യത്തിലുള്ളവരും അവസാനത്തിലുള്ളവരും ഒരു പെരുന്നാളും നിന്റെ പക്കൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തം ായിരിക്കണം. അത് ഞങ്ങൾക്ക് നീ ഉപജീവനം നൽകുകയും ചെയ്യണമേ. നീ ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ദുആയും രണ്ടാമത് പറഞ്ഞ ദുആയും നാലാമത് പറഞ്ഞ ദുആയും, ഈ 3 ദുആകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിത്യമാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ദുആയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ദുആകളുണ്ട്. അതിൽ റബ്ബന എന്ന് തുടങ്ങുന്ന ദുആയുണ്ട്, റബ്ബി എന്ന് തുടങ്ങുന്ന ദുആയുണ്ട്, അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന ദുആയുണ്ട്, അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന 5 ദുആകളുണ്ട്. അതിൽ നമ്മൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ 1ാമത്തെയും 2ാമത്തെയും 4ാമത്തെയും ദുആ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അല്ലാഹു തആല ഇതൊക്കെ നമ്മുടെ ദുആകളിൽ ഉൾപ്പെടുത്താനും അതുവഴി എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും നമുക്ക് കരസ്ഥമാക്കുവാനും റബ്ബ് നമുക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ പടച്ചവനെ, ആരൊക്കെ ഞങ്ങളോട് എന്തൊക്കെ ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ അവരുടെയും ഞങ്ങളുടെയും പ്രയാസ പ്രശ്നങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ. എല്ലാ സങ്കടങ്ങളും നീ ദൂരീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് മുഅ്മിനീങ്ങളാണ്, ഒരുപാട് കഷ്ടത്തിലാണ്, സങ്കടത്തിലാണ്, പ്രയാസത്തിലാണ്, ഒരുപാട് പ്രതിസന്ധിയിലാണ്. എല്ലാം നീ അറിയുന്നവരാണ്. എല്ലാം ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അവർക്കും ഞങ്ങൾക്കും നീ ഇഹപര വിജയം നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.